കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹായ് ഗായ്സ്, ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കാലിഫോർണിയയിലെ സലീനാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് പിക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ലൗസ് എന്ന് പറയുന്ന ട്രക്ക് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ടൊറൻറ്റോ വണ്ടി ഒരെണ്ണം വന്നിട്ടുണ്ട്, ELS എന്ന് പറയുന്ന കമ്പനിയുടെ. നോക്കിയപ്പം അതിൻ്റെ അകത്ത് 2 മലയാളി ട്രക്കേഴ്സാണുള്ളത്. അപ്പോൾ അവരെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു എന്നാൽ അവരുമായിട്ടൊരു പോഡ്കാസ്റ്റ് പോലെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാമല്ലോ ഒന്ന്. അതുകൊണ്ട് ആ കിടക്കുന്ന വെള്ള പീറ്റർബിൽറ്റ് ഉണ്ടോ, ELS എന്ന് പറയുന്ന കമ്പനിയുടെ, അതാണ് അവരുടെ ട്രക്ക്. അപ്പം നമുക്കെന്തായാലും ആ ട്രക്കിൽ പോയി അവരെ പരിചയപ്പെട്ട് അവരുടെ ട്രക്കെല്ലാം കണ്ട് അവരുടെ കുറച്ച് ട്രക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം. ബ്രോ കിടക്കുമായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് ഇവരുടെ ട്രക്ക്. അപ്പൊ ട്രക്ക് കാണുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേരും ഒന്ന് പരിചയപ്പെടാം. ബ്രോയുടെ പേര്? അലക്സ്, കോട്ടയം. ബ്രോ പത്തനംതിട്ട. സജിൻ പത്തനംതിട്ട. അടിപൊളി. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ മലയാളി ട്രക്കേഴ്സ്. അപ്പം ഇത് നമ്മുടെ പീറ്റർബിൽറ്റിന്റെ അല്ലേ? 579 2022 മോഡലോ. അപ്പം നമ്മുടെ ട്രക്കിന്റെ ഏകദേശം ആ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെ. ഇത് പക്ഷെ എന്നാ ബ്രോ, ഇത് പീറ്റർബിൽറ്റിന്റെ തന്നെയാണോ? ഓ അതെ അല്ലേ. നമുക്കപ്പോ ആ ഒരു സാധനം ഇല്ല കേട്ടോ. പുതിയ വെർഷനിൽ നമുക്ക് ഇതില്ലാന്ന് തോന്നുന്നു. പുതിയ വെർഷനിൽ ഇല്ല, ഞങ്ങൾക്കില്ല. ഇതിന്റെ നേരത്തെ വെർഷൻ ഗേജസും എല്ലാം നമുക്ക് ഇതിൽ കാണാം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. തന്നെയല്ല, ഇത് ഈ പറയുന്ന പോലെ അനലോഗ് ആണ് എല്ലാം. നമ്മുടെ കയ്യിലാണെങ്കിൽ എല്ലാം ഡിജിറ്റലാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റഡ് വെർഷൻ ആണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഫുള്ള് ഡിജിറ്റൽ ആയിട്ട്. പക്ഷെ ഇത് കൊള്ളാം, ഇത് കുറച്ചുകൂടെ ഒരു രസമുണ്ട്. കളർഫുൾ അല്ലേ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും. ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. എന്നാലും ഈ കുറെ സൂചികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഡിജിറ്റലിനേക്കാളും അനലോഗ് രസാ. ലൈറ്റ് തെളിയുമ്പോഴത്തേക്കും പിന്നെ മൊത്തം പള്ളി പെരുന്നാളായിരിക്കും അല്ലേ? പീറ്റർബിൽറ്റിന് പൊതുവേ ഉള്ള കംപ്ലൈന്റ് ആണല്ലോ അത്. റീജിയൻ ഭയങ്കര പ്രശ്നമാണ്. ഈറ്റ്സ് യൂണിറ്റ് ഡെഫ് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാകും ഈ വണ്ടിക്ക് പ്രത്യേകിച്ച്. എന്നാ പ്രശ്നം? എനിക്ക് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. എനിക്കൊന്ന് ഈ മോഡലിനാണെന്ന് തോന്നുന്നു പ്രശ്നമുള്ളത്. ഇതിന് കഴിഞ്ഞിട്ടുള്ള മോഡല് എനിക്ക് തോന്നുന്നു പ്രശ്നമില്ല. അത് ഓട്ടോ റീജിയൻ ആവും. നിങ്ങളുടെ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഓട്ടോ റീജിയൻ. ഇത് ഓട്ടോ റീജിയൻ ആവൂല. ഓ മാനുവൽ റീജിയൻ. ഇത് ആവശ്യം വരുമ്പോ ഇത് റീജിയൻ ചെയ്യണമെന്ന് നമുക്ക് കാണിക്കും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കും, റണ്ണിങ്ങിൽ കാണിക്കും. ഓ അതാണ്. അപ്പം മാനുവൽ ഇവിടെ മാനുവൽ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് മാനുവൽ റീജിയൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് എൻഗേജ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഷോൾഡറിലായാലും നമ്മൾ നിർത്തണം. അതായത് ഷോൾഡറിൽ നിർത്തി റീജിയൻ ചെയ്യാന്ന് പറഞ്ഞാൽ സേഫ്. വേറെ ഓപ്ഷൻ ഇല്ല. എടുക്കാൻ പറ്റില്ല, അതൊരു പ്രോബ്ലം. ഓക്കെ ഓക്കെ. അതേ ഉള്ളൂ. നമ്മുടെ വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ റീജൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വണ്ടി റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിൽ റീജൻ ഓട്ടോമാറ്റിക്കലി ആ റണ്ണിങ്ങിൽ തന്നെ അതിന്റെ കൂട്ടത്തിൽ ചെയ്തു നോക്കുള്ളൂ. അതേസമയം നമ്മൾ 1-2 ദിവസം നിർത്തിയിട്ട് ഐഡിൽ ചെയ്യുവാന്നിരിക്കട്ടെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം നമ്മൾ മാനുവൽ റീജൻ ചില സമയത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള സെറ്റപ്പുകൾ ബാക്കിയെല്ലാം ഏകദേശം ഒക്കെ ഒരുപോലെ. ഇതൊക്കെ ഇവിടെ മുകളിലല്ലേ? ഓക്കെ. നമ്മുടെ ലോഗും ഇലക്ട്രോണിക് ലോഗും കാര്യങ്ങളും എല്ലാം ഇവര് മുകളിലാണ് പിടിപ്പിച്ചേക്കുന്നത്. ഓക്കെ. ഇത് അകത്തേക്കും ക്യാമറ ഉണ്ടോ? അകത്തേക്കുള്ള ക്യാമറ നമ്മള് ഫോൺ വല്ല ഉപയോഗിക്കുവാണെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്ത് മറ്റേ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഓ അത് ശരി. പിറ്റേ ദിവസം കമ്പനിന്ന് വെളി വരുമ്പോഴേ അറിയത്തുള്ളൂ. ഓക്കെ. അപ്പൊ അവരുടെ ക്യാബിന്റെ അകത്തേക്കും ക്യാമറ ഉണ്ട്, പുറത്തേക്കും ഉണ്ട്. 2 സൈഡിലേക്ക്. ഇപ്പുറത്തെ സൈഡിലെ പുറത്തേക്കും ഇത് അകത്തേക്കും. കൊള്ളാം. അപ്പം ഫുള്ളി മോണിറ്റർഡ് ആണ്. എക്സ്ട്രീം സേഫ് ഡ്രൈവേഴ്സ് ആണ് അവരിപ്പോ. മാൻഡേറ്ററി ആണ് അല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെ സ്ലീപ്പറിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ചേഞ്ചസും കാര്യങ്ങളും ഒന്നുമില്ല. ഏകദേശം നമ്മുടെ അതേ സെറ്റപ്പുകളൊക്കെ തന്നെ. ഇവിടെ ഷെൽഫ്, മൈക്രോവേവ് ഓവന് കാര്യങ്ങളും എല്ലാം സെയിം.
അപ്പം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ഒരു ദിവസം ലോഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ട്രക്ക് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്തിട്ട് വേണ്ട നമ്മുടെ മലയാളി ഡ്രൈവേഴ്സ് വല്ലവരും ഉണ്ടോ എന്ന് നോക്കുക, അവരുമായിട്ട് ചില്ല് ചെയ്യുക, വർത്തമാനം പറയുക, പരിചയപ്പെടുക, അതൊക്കെയാണ്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇവരോടൊപ്പമാണ്. അപ്പോൾ ഇവരുടെ കുറച്ച് ട്രക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പം നമ്മുടെ വിശേഷങ്ങൾ ബ്രോ, നിങ്ങൾ ഇപ്പം എത്ര നാളായി ട്രക്കിംഗ് തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് ഇപ്പം 2.25 വർഷമായി. 2.25 വർഷമായി. ബ്രോയോ? 2.5. കാനഡയിൽ എന്നാ വരുന്നത്? ഞാൻ 2019. 2019. അപ്പം എങ്ങനെ സ്റ്റുഡന്റ് ആയിട്ടായിരുന്നോ അതോ പി ആർ ആയിട്ടോ? കല്യാണം കഴിഞ്ഞിട്ട് വന്നു. ഓക്കെ, വർക്ക് വിസയല്ലേ? ഓക്കെ. വൈഫും കാര്യങ്ങളും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ബ്രോയോ? ഞാൻ 2018 സ്റ്റുഡന്റ് ആയിട്ട്. ഏതായിരുന്നു കോഴ്സ്? ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ. ഓക്കെ. അപ്പൊ നാട്ടിൽ എന്നായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? BSc മാത്സ്. ഓക്കെ. പിന്നെ വിസ കിട്ടി എങ്ങനെയും വരണം ആ ഒരു ചിന്തയെ വന്നു. ഓക്കെ ഓക്കെ. അപ്പൊ PR ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടായിരുന്നോ ട്രക്കിങ്ങിലേക്ക് തിരിഞ്ഞത്? ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ബ്രോയിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ചോദിക്കട്ടെ, അപ്പം ഇത്രയും വലിയ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ട്രക്കിങ് എടുത്തേക്കാന്ന് തീരുമാനിച്ചതിന്? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനിച്ചൊന്നുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഒരു ഫീൽഡിലോട്ട് പോയായിരുന്നു, ട്രക്കിങ്ങിലോട്ട്. ഞാൻ PR വേണ്ടിയിട്ട് റെസ്റ്റോറന്റിലായിരുന്നു, ഡോമിനോസിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് PR കിട്ടി. പിന്നെ ഈ പഠിച്ച കോഴ്സിൽ ജോലി കിട്ടാൻ ചില പാടാണ്. അത് കുറെ ട്രൈ ചെയ്തു. പിന്നെ കൂട്ടുകാരൻ ഇങ്ങനെ ട്രക്കിങ്ങിൽ പോയപ്പോ ഞാനും ഒരു ലൈസൻസ് എടുത്തേക്കാന്ന് വെച്ചു. പോയി അന്നേരത്തേക്കും PR കിട്ടിയായിരുന്നു? PR കിട്ടിയായിരുന്നു. പോയത്. പിന്നെ നാച്ചുറലി പൈസ അത്യാവശ്യം മോശമല്ലാത്ത പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നോക്കാനല്ലേ? ഡ്രൈവിംഗ് ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വീട്ടിലൊക്കെ എന്തെങ്കിലും പറഞ്ഞോ? വീട്ടിൽ ആദ്യം ഒരു മടുപ്പായിരുന്നു, കാരണം ഇത്രയും ദൂരം പോകുന്നല്ലേ. അതുകൊണ്ടുള്ളൂ, അല്ലാതെ കാനഡയ്ക്ക് വിട്ട് നീ ട്രക്ക് ഓടിക്കാനോ അങ്ങനത്തെ പ്രശ്നം? എനിക്ക് അങ്ങനെ പ്രശ്നം എനിക്ക് കാനഡയിൽ ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ വൈഫിനോട് പറയായിരുന്നു എനിക്ക് ട്രക്ക് ഓടിക്കാനാണ് താല്പര്യമെന്ന്. പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. ഇവരിവിടെ വരുന്ന സമയത്തൊക്കെ കണ്ടോണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ട്രക്ക് കത്തുന്നതും ഒക്കെ ആയിരുന്നല്ലോ. അവര് പെണ്ണുങ്ങളല്ലേ, അപ്പം പുള്ളിക്കാർക്ക് പേടിയായിരുന്നു. ഞാനാവുന്ന പണി കുറെ പയറ്റി നോക്കി, ലൈസൻസ് എടുക്കാൻ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇപ്പം ഒരു ക്രൈസിസ് വരാൻ തുടങ്ങി, കാര്യങ്ങൾ നമ്മുടെ ചെലവുകളൊന്നും അങ്ങോട്ട് ഓടുന്നില്ല, നോർമൽ വേജിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട്. അപ്പം ചെറുകെ അപ്പൊ എന്റെ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് വന്നു. അപ്പൊ പുള്ളിനെ ഞാൻ യാദർശ്യം ഞാൻ ഇൻസ്റ്റാകാർട്ടൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ നമ്മൾ ഡെലിവറീസ്. അപ്പൊ അങ്ങനെ പുള്ളിനെ ഞാനൊരു ഷോപ്പ് നമ്മളെ വാൾമാർട്ട് പോലെ സൂപ്പർ സ്റ്റോറി വെച്ച് കണ്ടിങ്ങനെ സംസാരിച്ച് പുള്ളിയുമായിട്ടൊരു കമ്പനി ആയപ്പോ പുള്ളി ഇതുപോലെ എന്നോട് പറഞ്ഞു ഞാനിത് നിർത്തുക, ഞാൻ ട്രക്കിങ്ങിലേക്ക് പോവാണ്, ട്രക്കിംഗ് ലൈസൻസ് എടുക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഞാനും പറഞ്ഞു ഞാനും ഇതുപോലെ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ വൈഫ് സമ്മതിക്കുന്നില്ല. അപ്പം പിന്നെ പുള്ളിയുമായിട്ട് നമ്മളിങ്ങനെ, അപ്പൊ എനിക്ക് പുള്ളിനെ ഡയറക്റ്റ് നേരത്തെ പരിചയമില്ല. പുള്ളിയുമായി ഇങ്ങനെ സംസാരിച്ച് പുള്ളിയായിട്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ അടുത്തു. അപ്പൊ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ. പുള്ളി മലയാളിയാ, കൊല്ലംകാരനാ, സന്ദീപ് എന്നാ പേര്. അപ്പം പുള്ളി പറഞ്ഞ പുള്ളിയും ചേരാൻ പോവാ, ബ്രോയും കൂടെ വായോ നമുക്ക് ഒരുമിച്ച് പോവാന്ന്. അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞത് ട്രക്ക് ഓടിക്കാൻ പോവാന്നല്ല പറഞ്ഞത്. സത്യത്തിൽ ഞങ്ങൾ പറഞ്ഞ ലൈസൻസ് എടുക്കുന്നേ ഉള്ളൂ, TTCയിൽ എവിടെയെങ്കിലും കേറാനാണ്, ബസ് ഓടിക്കാൻ. ടൊറന്റോ ട്രാൻസ്പോർട്ട്. അപ്പൊ അതിൽ കയറാം. അപ്പൊ അതാകുമ്പോ നമ്മൾ ഡെയിലി പോയാലും വീട്ടിൽ വരില്ല. ഇവർക്കറിയാം ട്രക്കിൽ പോയാൽ നമ്മൾ ഇന്ന് വരൂല്ലെന്ന് നോർമലി. അപ്പൊ ഇവർക്ക് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കയറാന്ന് പറഞ്ഞ് ലൈസൻസ് എടുക്കാൻ സമ്മതിച്ചു. അപ്പൊ പുള്ളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ ആദ്യമൊക്കെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചാണ് പുള്ളിക്കാരൻ സമ്മതിച്ചത്. അങ്ങനെ ലൈസൻസ് എടുത്തു. അവസാനം ലൈസൻസ് എടുത്തു, ഞങ്ങൾ രണ്ടുപേരും ലൈസൻസ് എടുത്ത്. പുള്ളി പോയില്ല. പുള്ളിക്കാരന്റെ വൈഫ് റിയൽ എസ്റ്റേറ്റിലേക്ക് മാറി. അപ്പം പുള്ളി അതുമായിട്ട് അങ്ങ് പോയി. പുള്ളി പറഞ്ഞ ബ്രോ ആദ്യം പോയി ജോലിയൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ എന്നോട്. അങ്ങനെ പറഞ്ഞ പിന്നെ പുള്ളി അവരുടേതായ ഫീൽഡിലേക്ക് പോയി. അവർ അതിന് പറയും. പിന്നെ ഞാൻ ഇതിലേക്ക്, പിന്നെ പണ്ട് തൊട്ടേ ഡ്രൈവിംഗ് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് താല്പര്യം. എന്തൊക്കെ കഥകളല്ലേ. ഇപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇപ്പൊ 4-5 ദിവസമായിരുന്നു, ഇതുവരെ വന്നില്ല എന്നും പറഞ്ഞ്. ഇതാണ് നിങ്ങളെ അന്ന് വിടാഞ്ഞെന്ന്. അവർക്ക് നമ്മളും ഫാമിലി ഇത്രയും ദിവസം ഒഴിവാക്കിയില്ല നമ്മൾ വരുന്നേ.
നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നോ ഈ ട്രക്കിങ് തുടങ്ങി, അതോ നിങ്ങൾ എപ്പോഴാ ടീമായിട്ട് അല്ല ആദ്യത്തെ കമ്പനി ഏതായിരുന്നു? ഞാൻ ആദ്യം ഇവിടെ ELI ലോജിസ്റ്റിക്സ് തന്നെയാ കയറിയത്. ഫ്രഷറായിട്ട് തന്നെ കയറിയത്. ഫ്രഷറായിട്ട് ELSC തന്നെയാ കയറിയത്. ഓക്കെ. അന്ന് എന്റെ കൂടെ ഞാൻ സീനിയർ ഒരാളുടെ കൂടെ ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണേലും അന്നാണേലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനെ എടുക്കുന്ന ചുരുക്കം ചില കമ്പനികളേ ഉള്ളൂ. അതിലൊന്നാണ് ELS. ഓക്കെ ഓക്കെ. ബ്രോയുടെ ആദ്യത്തെ കമ്പനി നമ്മുടെ മിസിസാഗ തന്നെയുള്ള ഒരു TNT ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. TNT അതൊരു പൊട്ട കമ്പനിയാ. അവിടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്പനി എടുക്കത്തില്ലായിരുന്നു. ELSൽ വരെ റെസ്യൂമ് ചെയ്തിട്ടാ. ആ സമയം അവർക്ക് ആളെ ആവശ്യമില്ലായിരുന്നു. അല്ലല്ല, അതൊരു പാകിസ്ഥാനി കമ്പനി. എന്നിട്ട് 3 മാസം അവിടെ വർക്ക് ചെയ്തു. അവസാനം എനിക്ക് ELS കിട്ടി. ഞാൻ 2 ആഴ്ച മുമ്പ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇറങ്ങുവാന്ന്. പക്ഷെ എന്താ സംഭവിച്ചാൽ പേയ്മെന്റ് കിട്ടിയില്ല. 10,000 അടുത്ത് കിട്ടിയിട്ടില്ല. പിന്നെ അവിടുന്ന് എങ്ങനെയും ഇറങ്ങണായിരുന്നു. കാരണം മോൺട്രിയൽ ട്രിപ്പ് ഭയങ്കര പാടാണ്. സിംഗിൾ ആയിരുന്നു. ആദ്യത്തെ രണ്ട് ട്രിപ്പ് ഇവന്മാരോടെ വിട്ടു. അവിടെയുള്ള 2 പഞ്ചാബി ഡ്രൈവർമാരോട് വിട്ടു. അവന്മാര് കുറച്ച് അവനെ അങ്ങോട്ട് ഓടിപ്പിച്ചെന്നെ. പിന്നെ ബാക്കി വണ്ടി എടുത്ത് നോക്കണം പറഞ്ഞു. അത് മോൺട്രിയലിലോട്ട് സിംഗിൾ മോൺട്രിയൽ. മനസ്സും മടുത്തു, ശരീരം മടുത്തു, എല്ലാം മടുത്തു. ഏതായാലും പണിയൊക്കെ കിട്ടിയോ? ലോ ബ്രിഡ്ജിന്റെ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ബാക്കപ്പ് എടുക്കാനൊക്കെ ഭയങ്കര ടൈപ്പ് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പണി പെട്ടെന്ന് പഠിച്ചു കിട്ടി. ധൈര്യം പെട്ടെന്ന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പണി പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ പണി കിട്ടും. ഇതിലേതൊന്നും സംഭവിക്കും. ഞങ്ങള് തമ്മിൽ പരിചയപ്പെടുന്ന ഞങ്ങൾ ELSൽ കയറും. അപ്പൊ ELSൽ എല്ലാ വർഷവും വിന്റർ ട്രെയിനിങ് ഉണ്ട്. വിന്റർ ട്രെയിനിങ്ങിൽ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ELSലെ എല്ലാ വിന്റർ ട്രെയിനിങ് എന്ന് വിന്ററിന് മുന്നേ ഡ്രൈവേഴ്സിന് വിന്റർ ട്രെയിനിങ്. അന്നേരത്തേക്കും ബ്രോ ഓൾറെഡി ELS കയറി? ഞാനും കയറി, ഓൾറെഡി ഉണ്ട്. അപ്പം വിന്ററിന് മുന്നേ ഞാൻ ഒക്ടോബറിലാണ് കയറുന്നത്. അപ്പൊ നവംബർ അവസാനത്തേക്ക് വിന്റർ ട്രെയിനിങ് ഉണ്ടാവും. വിന്റർ ട്രെയിനിങ്ങിന് വെച്ചാണ് അന്ന് എല്ലാ ഡ്രൈവേഴ്സിനെയും വിളിക്കും, കമ്പനി സേഫ്റ്റിന്ന് വിളിക്കും. അപ്പൊ അവിടെ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടാലും ബ്രോ വേറെ ആളുടെ കൂടെ ആയിരുന്നു. അവര് എക്സ്പീരിയൻസ് ആയ ആൾക്കാരുടെ കൂടെ ആയിരുന്നു അന്നും വിടുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അത്രയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ട്രക്ക് സ്റ്റോപ്പിൽ വെച്ചൊക്കെ കാണും. അങ്ങനെ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ആ പുള്ളിയുടെ അടുത്ത് മാറി ഒരു പഞ്ചാബിയുടെ കൂടെ ആയിരുന്നു. അവനും ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇവൻ എന്നെ വിളിക്കുന്നത്. നാട്ടിൽ നിന്ന് എന്നോട് ബ്രോ എന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവന്റെ കൂടെ ഉള്ള ആള് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ടീമില്ല. മൽഹോത്ര എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ട്. ഈ മൽഹോത്ര എന്നുള്ള പേര് ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യം പുള്ളിയുടെ കൂടെ പോയി ELSല്. പുള്ളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും 12 മണിക്കൂറും ഈ സാധനം മറ്റേ പാൻപരാഗ് അതിങ്ങനെ ചവച്ച് ഇങ്ങനെ തുപ്പിയാണ് വണ്ടി പിടിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ഇതാണ് മറ്റേ നമ്മുടെ കുപ്പി, അതിനകത്ത് ഫുള്ള് അറിയാമല്ലോ ഇങ്ങനെ തുപ്പുന്നതിന്. പിന്നെ രാത്രി കിടക്കുമ്പോ എല്ലാ ദിവസവും മിനിമം ഒരു 4 ബിയർ, 4 ബിയർ 3 ബിയർ നമ്മുടെ ലൗസി കിട്ടുമല്ലോ. ആ പാക്കറ്റ് അങ്ങ് മേടിച്ച് ഫ്രിഡ്ജ് വെക്കും. ഇത് കിടക്കുന്നതിന് മുമ്പ് ബിയർ കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. വണ്ടി ഓടിക്കുമ്പോ അല്ല, പിന്നെ ബാക്കപ്പിനാണേലും എല്ലാം നമ്മളെ വിളിക്കും. മീൻസ് പാടുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല. എളുപ്പമുള്ള സിമ്പിൾ ബാക്കപ്പിന് പോലും 57 വയസ്സുണ്ട്. പ്രത്യേകിച്ച് ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വൈബ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. രണ്ടാമത് ഇവർ ഈ ഹൈജീനിക് അല്ലെങ്കിൽ ഒന്നാമത് ഈ സിഗരറ്റ് വലിക്കുന്നവര്, ഇതിന്റെ അകത്ത് തുപ്പി ഇതുപോലെ പോകുന്നവര്, അതൊക്കെ നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. വണ്ടി നമ്മൾ പ്രീ ട്രിപ്പ് എടുക്കുന്നത് 1/2 മണിക്കൂർ വേണം വണ്ടി ക്ലീൻ ചെയ്താൽ നമുക്കൊന്നും ഓടിക്കാൻ പറ്റും. നമുക്ക് ആ സ്റ്റിയറിംഗ് തുടങ്ങുന്നതിന് കേറുന്ന സമയം ഫുള്ള് ഈ മണമല്ലേ, അതിനൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ഒരു കിക്ക് കിട്ടും. നമ്മളിപ്പോ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പല പ്രാവശ്യം ഇവരെ കാണുമ്പോൾ ഈ ഡോർ തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാ. ഇവരെവിടെയും വണ്ടി കംപ്ലൈന്റ് ആയി കിടക്കുമ്പോ നമ്മൾ അതിലെ വരുമ്പോ ഇവൻ എന്റെ തൊണ്ടാവും. അപ്പൊ പുള്ളി പറയും നിന്റെ ഫ്രണ്ട് അതിന്റെ തൊണ്ടെന്ന് പറയും. അപ്പൊ ഇവൻ ഉറങ്ങുമായിരിക്കും. അപ്പൊ നമ്മൾ ഡോർ തുറക്കുമ്പോ ഈ സ്മെല്ലാണ് വരുമ്പോഴത്തേക്കും ഈ സാധനം പിടിച്ച് കിടന്നുറങ്ങുമ്പോ എല്ലാം കോമഡിയാ. ഞാൻ മണ്ടേ കയറി കിടക്കും, പുള്ളി ഇതുവരെ ലേവറില്ലേ ഈ സാധനം കുടിച്ചല്ല കിടക്കുന്നു. പിന്നെ അറിയാമല്ലോ ബാക്കി കൂടെ ഈ സംഭവം.
പിന്നെ ഇവന്റെ ഫ്രണ്ടിന്റെ കൂടെ ആയി മാറി. അത് കഴിഞ്ഞിട്ട് അവന് വേറെ കമ്പനിയിലേക്ക് ജോലി മാറി. അവനിക്കത് ബസ്സിലേക്ക് മാറിയത് അല്ലേ, ഗോബസ് ഓടിക്കും. അവരതിലേക്ക് പോയപ്പോഴാണ് ഇവൻ എന്നെ നാട്ടിൽ നിന്ന് വിളിക്കുന്നത്, ബ്രോ നാട്ടിൽ പോയിട്ട് എന്ന് വരുമെന്ന് ചോദിച്ചത്. പിന്നെ നാട്ടിൽ വന്ന് ഞങ്ങൾ വന്ന് പിന്നെ ഡെസ്പാച്ചായിട്ട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് പൊക്കോളാന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം ഞങ്ങൾ 1.5 വർഷമായി. 1.5 വർഷത്തിന് മേളിലായി ഞങ്ങള് ഒരുമിച്ചാണ് ഇത്രയും നാള് ഇപ്പൊ ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കമ്പനി എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്? ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ നമ്മുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. മലയാളി കമ്പനി ആയില്ലോ. അതെ അതെ. പിന്നെ ട്രക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട്. ട്രക്കിങ്ങിലേക്ക് എന്താ വിശേഷം? നമ്മളൊക്കെ അറിയാം, നിങ്ങളിപ്പം ഡ്രൈ ലോഡ് എടുക്കുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് എടുക്കുന്നത്. പറഞ്ഞ പോലെ ഇവരുടെ മെയിൻ ആയിട്ട് റീഫറാണ്. അതായത് റീഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇപ്പം US, കാനഡ, മെക്സിക്കോ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ 3 രാജ്യങ്ങളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകുന്നത്. മെയിൻലി മെക്സിക്കോയിലെ പ്രൊഡ്യൂസുകളും അല്ലെ കാലിഫോർണിയ ഏരിയയിലും ഒക്കെയാണ് ഈ പറയുന്ന ഒത്തിരി കൃഷികളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. നമ്മുടെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം വാൾമാർട്ടും ലോബ്ലോസും മറ്റ് പല പിന്നെ എങ്ങോട്ടൊക്കെയാ ബ്രോ കൊണ്ടുപോകാറ്? ഏതാ നമ്മൾ മെയിൻലി വേറെ അങ്ങോട്ട് കൊണ്ടുവന്നു. നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറിന് ലോഡ് എടുത്ത് തരുവാണ്. നമ്മൾ യാർഡ് ഡ്രോപ്പ് ചെയ്തോളൂ. പിന്നെ നമുക്ക് അവരുമായിട്ട് അവരുടെ എടുക്കുന്നില്ല. നമുക്ക് ഇവിടെ അല്ലാത്ത ഇപ്പോറ്റിലോ മറ്റേ ടൊമാറ്റോ കിങ് അങ്ങനത്തെ വേറെ പ്രൊഡ്യൂസ് കമ്പനിയുടെ ഹോൾസെയിൽ ഡീലേഴ്സിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അവര് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് അവിടുന്ന് കൊടുക്കുക. അവരൊരു ഫുൾ ബോക്സ് കണ്ടെയ്നർ എടുക്കുക ഇവിടുന്ന് സാധനം. ആപ്പിള് വാഷിംഗ്ടൺ ഒക്കെ പോയി എടുക്കും ഞങ്ങള്. വാഷിംഗ്ടൺ സിയാറ്റില് പോകും. നിങ്ങൾ മെയിൻ ഏരിയയിലേക്കൊക്കെ പോയിട്ടുണ്ടോ? മെയിൻ എന്ന് പറയുന്നത് ഇല്ല. മോസ്റ്റ് പ്രോബബ്ലി നമുക്കെല്ലാം വെസ്റ്റിലേക്ക്, ഇവിടെ കാലിഫോർണിയയാണ് കൂടുതൽ. കാലിഫോർണിയ, യൂമ, അരിസോണ, പിന്നെ നഗാലസ്, പിന്നെ വാഷിംഗ്ടൺ, ആ ഏരിയയാണ് നമുക്ക് മോസ്റ്റ്ലി ട്രിപ്പ് എല്ലാം കാലിഫോർണിയക്കാണ്. എല്ലാം നമ്മള് കാലിഫോർണിയ പ്രൊഡ്യൂസ് മെയിൻ ആയിട്ട് ഓടുന്നതുകൊണ്ട് കാലിഫോർണിയയാണ് കൂടുതൽ. അവിടുന്ന് ഡ്രൈ ലോഡ് ഇങ്ങോട്ട് വരും, അത് ഡെലിവറി, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന്. സോ പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോ നിങ്ങളെ പോലെ എളുപ്പത്തിൽ പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ലോഡ് റെഡി ആകാൻ ടൈം എടുക്കും. 6 to 8 hours ഒക്കെ നമ്മൾ ഡിലേ ചെയ്ത് കിടക്കണം. അതായത് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും പച്ചക്കറിയുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോഴേ അവർ പാക്ക് ചെയ്യാൻ, അതായത് ലോഡ് വണ്ടിയുടെ പുറകിലേക്ക് കയറണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ അവർ ഏറ്റവും ഫ്രഷ് ആയിട്ടാണ് വണ്ടി ലോഡ് ചെയ്യുന്നതെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും ഓൾറെഡി അവരവിടെ പറിച്ച് വെച്ചേക്കണമൊക്കെ ആയിരിക്കും. എന്നാലും ഇപ്പോൾ ചില ഹോട്ടലിലൊക്കെ ചെന്ന് നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണാണെങ്കിലും ഒരു 10 മിനിറ്റ് താമസിച്ചല്ലേ കൊണ്ടുത്തരുള്ളൂ. അതായത് കസ്റ്റമറിന് പെട്ടെന്ന് കൊണ്ട് തന്നു കഴിഞ്ഞാൽ അവരെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കറിയാലോ. അതേസമയം 10 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ താമസിക്കുക എന്ന് പറയില്ലേ, അതേ സെറ്റപ്പ് തന്നെ. അപ്പോൾ അതിൻ്റെ അനുഭവിക്കുന്നത് ട്രക്കേഴ്സ് ആയിരിക്കും. എപ്പോഴും നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് ഈ 8 മണിക്കൂറും 9 മണിക്കൂറും ഒക്കെ വെയിറ്റ് ചെയ്യണം ഈ ഫാർമേഴ്സ് ഇതെല്ലാം പറിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു കാരണമാണ് ഞാൻ റീഫർ പരിപാടികൾ നിർത്തിയിട്ട് ഡ്രൈ ലോഡിലേക്ക് മാറി ഈ ഒരു കമ്പനി കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഇപ്പോഴും അതിശക്തമായി ചെയ്ത് നമ്മുടെ കാനഡയ്ക്ക് വേണ്ടിയിട്ട് സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യുന്ന 2 മലയാളി ട്രക്കേഴ്സ് ആണ്. അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പ്രൊഡ്യൂസിൽ റേറ്റ് കൂടിയ ലോഡുകളാണ്. അതെ, അതുപോലെ തന്നെ റിസ്കിയുമാണ്. ലോഡിന് എന്ത് സംഭവിച്ചാലും അതും പ്രശ്നമാണ്. അതെ അതെ, റീഫർ ഒരിക്കലും നിന്ന് പോകാതെ നോക്കണം. അഴുക്കായി പോകത്തില്ലേ സാധനം. 2.5 ദിവസം ഓടിയല്ലേ നമ്മൾ കാനഡ ചെല്ലുന്നത്. പെരിഷബിൾ ഗുഡ്സ് ആണ്, നല്ല വെയിറ്റും ആയിരിക്കുമല്ലോ. ബ്രോക്കലിയൊക്കെ ചിലപ്പം പല സാധനം, ചിലപ്പോ സലാഡ്സ് ആയിരിക്കും, അപ്പൊ അതിനൊക്കെ വെയിറ്റ് കുറവായിരിക്കും. പിന്നെ ബ്രോക്കോളി, പൊട്ടറ്റോ എല്ലാ സാധനവും കയറുമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ലോഡ് എടുത്തിട്ട് സ്കെയിലിൽ കയറാതെ പോകുന്ന വിഷയമില്ല. കാരണം അത് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ബ്രോക്കലിയൊക്കെ എപ്പോഴും കയറിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ഐസ് ഇടുമല്ലോ. എന്നിട്ട് പോണ വഴിക്ക് കാനഡ എത്തുമ്പോഴത്തേക്കും വെയിറ്റ് എന്ന് പറയും. ഒരിക്കലും വെയിറ്റ് പോകാൻ പറ്റത്തില്ല. ട്രക്കിങ്ങില് എന്തേലും മറക്കാനാവാത്ത അനുഭവങ്ങള്? മറക്കാനാത്ത അനുഭവങ്ങള് അല്ല, ഏറ്റവും ത്രില്ല് അടിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? ത്രില്ലടിച്ച എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ഒരു മോൺട്രിയലില് ബാക്കപ്പ് എടുത്തതൊക്കെ തന്നെയാണ്. കാരണം ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ഒരു ബാക്കപ്പ്, ആദ്യത്തെ മീൻസ് ഇടയ്ക്കൊരു ബാക്കപ്പ് എടുത്തായിരുന്നു. ഒരു റോഡിൽ നിന്നുള്ള ബാക്കപ്പാ.
അത് ആദ്യത്തെ സമയത്ത് ആ 3 മാസത്തെ ആദ്യത്തെ സമയത്ത് ആരും ഹെൽപ്പ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ തന്നെ റോഡിൽ നിർത്തി വെയർ ഹൗസിലെ അവരെ കൊണ്ടാണ് ബാക്കപ്പ് ഒക്കെ എടുപ്പിച്ചത്. നമുക്ക് ഓൾറെഡി ബാക്കപ്പ് എടുക്കാൻ അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് വലിയൊരു ഈ ബ്ലൈൻഡ് അടിക്കുന്ന ബാക്കപ്പ് ഇല്ലേ, റോഡിൽ നിന്ന് എടുക്കണം. അതായിരുന്നു ഒരു ത്രില്ല് അടിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ചേട്ടന്റെ വീഡിയോയിലുണ്ടല്ലോ, നിങ്ങൾ മോൺട്രിയാല് പോയില്ലേ ട്രക്കും കൊണ്ട്, അതേപോലത്തെ കണ്ടീഷനൊക്കെയാണ് അന്ന്. ഒരു നിങ്ങളുടെ ഒറ്റയ്ക്ക് പോയല്ലോ അന്ന്, ഒരു കൊറേ കാർ പാർക്കിംഗ് അകത്തുകൂടെ പോയിട്ട് ബാക്കപ്പ് ചെയ്ത് ഡെലിവറി കൊടുത്തില്ല. മോൺട്രിയൽ ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ ഉള്ളൂ. അന്ന് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റി മീൻസ് ഭ്രാന്തായി. ഭ്രാന്ത് മീൻസ് അറിയാമല്ലോ, ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലായി. എങ്ങനെയൊക്കെ ചെയ്തു, ആൾക്കാർ നോക്കി നോക്കുക. പിന്നെ അതിന്റെ ഫ്രസ്ട്രേഷൻ മുഖമൊക്കെ കണ്ട് നമുക്ക് മെയിൻലി വണ്ടിയും കൂടെ ബാക്കപ്പ് എടുക്കാൻ നമുക്ക് അറിയത്തില്ലല്ലോ ആ സമയം. തുടക്കമല്ലേ, നമ്മള് എത്ര അറിയാന്ന് പറഞ്ഞാലും രണ്ടുപേരും നോക്കി നിൽക്കുകയാണെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പഠിച്ചെല്ലാം മറന്നു, ഭയങ്കരമായിട്ട് മറന്നു. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ഈ വണ്ടി കേടായ അനുഭവങ്ങളൊക്കെ തന്നെയാണ്. കേടായ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് പറയാനാണ് ഒത്തിരി ഉണ്ടത്. വണ്ടി കൂടുതലും കേടാകുന്നത് ഒന്നെങ്കിൽ ഇറക്കത്തായിരിക്കും, അല്ലെങ്കിൽ ബോർഡറിലായിരിക്കും. അല്ല ബോർഡറില് വണ്ടി ഓഫ് ചെയ്തിട്ട് ഓൺ ആകത്തില്ല. അതായത് ബൂത്തില് ബോർഡറില് അത് കഴിഞ്ഞ ദിവസം അത് ടോ ചെയ്തത് വന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാല് വണ്ടി ഓടി വന്ന വണ്ടിയാണ്. ബോർഡറിൽ വണ്ടി ഓഫ് ചെയ്തു, ബോർഡറിൽ പേപ്പർ കൊടുത്തു. ഞങ്ങൾ അതിന് മുമ്പ് ഒരു സ്റ്റാർട്ടറിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പുള്ളിയോട് ആവശ്യപ്പെട്ടു, ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ഇതാണ് പ്രശ്നം, ഓഫായ സ്റ്റാർട്ട് ആവാൻ സംശയമാണ്. പുള്ളി പക്ഷെ ഭയങ്കര കടുംപിടുത്തം. പുള്ളി പറഞ്ഞു, ഞാൻ AC ക്ലിയറൻസ് സീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്തേ പറ്റൂ. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് എങ്ങനെ ലോഡ് എടുത്തു പോകണം. പിന്നെന്തോ ചെയ്യാൻ പറ്റും. പുള്ളി തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ആർഗ്യൂ ചെയ്യാൻ പറ്റത്തില്ല, ബോർഡർ അല്ലേ. പിന്നെ ഞങ്ങൾ ഓഫ് ചെയ്തു. അവസാനം പുള്ളിയും പെട്ടു. അവസാനം മൊത്തം പവർ പോയി വണ്ടിയുടെ, ഒരു തുള്ളി പവർ ഇല്ല. എന്തോ ചെയ്യാൻ പറ്റും. പുള്ളി എന്നിട്ട് ഞങ്ങളോട് പറയാം, ആ ബോർഡറിൽ ന്യൂട്രലിൽ ഫ്രണ്ടിലോട്ട് പോയാൽ, ഇത്രയും ഹെവി ലോഡുമായിട്ട് വന്ന വണ്ടി ന്യൂട്രൽ ഫ്രണ്ടിലോട്ട് എങ്ങനെ പോകാൻ പറ്റും. എന്നിട്ട് പുള്ളി ഇങ്ങനെ ബോർഡർ, നമ്മളിങ്ങനെ വിൻസർ ബോർഡർ അല്ലേ, നമ്മളിങ്ങനെ തിരിയണം ബോത്തിൽ നിന്ന്. പുള്ളി പറയാം, ഇങ്ങനെ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ പോയി നിൽക്കാൻ. പുള്ളി ന്യായമായ കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കി, ഇത് തിരിയത്തില്ല, നേരെ പോയ ഇമിഗ്രേഷൻ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് പോകും. ഏതൊക്കെ വലിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റും. ബ്രേക്കും വർക്ക് ചെയ്യും, സർവീസ് ബ്രേക്കും കിട്ടത്തില്ലല്ലോ നമുക്ക്, ഓഫല്ലേ. ഇതെല്ലാം പവറിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി. എന്നിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് എന്തോ, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളത് റിലീസ് ചെയ്തിട്ട് എന്നിട്ട് ചെറിയ ഉരുണ്ട് പൊക്കോളൂ. എന്തോ ഭാഗ്യത്തിന് അവിടെ എന്തോ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു ആ ബൂത്തിന്റെ അവിടെ. അപ്പൊ വണ്ടി ലോഡർ വെയിറ്റും അല്ലേ, ട്രക്കിന്റെ ഡ്രൈവ് ആക്സിൽ വന്ന് അതിന്റെ അകത്ത് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോയില്ല. 1.5 മണിക്കൂർ ഞങ്ങൾ ബൂത്തിൽ കിടന്നു അവിടെ, 1.5 മണിക്കൂർ. അതുവരെ പുള്ളിയുടെ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് വേറെ ആള് വന്നു. പുള്ളി ഒന്നും ചോദിക്കുക, നിങ്ങൾ പോകുന്നില്ലേ. പിന്നെ വേറെ ടോട്ടർക്കാർ, ഇത് ഭയങ്കര അരകണ്ട് ടോട്ടർക്കാരാ. പുള്ളി വന്ന് എന്തോ ഒരു ചെറിയ എർത്തിങ്ങിന്റെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ ടോട്ടർക്ക് വന്ന് അവരുടെ ലിഫ്റ്റ് ഹാൻഡിൽ വന്ന് വണ്ടി ടച്ച് ആയപ്പോ ഫുള്ള് പവർ വന്നു. ഗ്രൗണ്ടിങ്ങിന്റെ ഇഷ്യൂ ആണ്. അപ്പൊ ഞങ്ങൾ എന്നിട്ട് പുള്ളിയുടെ കാല് പിടിച്ച് പറഞ്ഞു, ചേട്ടാ ടോ ഷാഫ്റ്റ് ഊരണല്ലോ ടോ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി. ഞങ്ങൾ എന്നിട്ട് പുള്ളിയുടെ കാല് പിടിച്ചു, ചേട്ടാ ഊരണ്ട, പൈസ ഞങ്ങൾ തരാം. അപ്പൊ നിങ്ങൾ നിങ്ങളത് ഊരിനാ പിന്നെ അത് പോയില്ലേ, എന്തായാലും വണ്ടിക്ക് പവർ അടിച്ച സ്റ്റാർട്ടാവും ഉറപ്പാ. ഞങ്ങൾ പുള്ളി ഞങ്ങൾ പറയുന്ന ഒരു അക്ഷരം പോലും കേൾക്കാൻ പുള്ളി കൂട്ടാക്കുന്നില്ല. ഞാൻ വെളിയിലോട്ട് ഇറങ്ങും, പുള്ളി കയറി വണ്ടിക്കത്. പുള്ളി എന്റെ മുതലാളിയെ പോലെ സംസാരിക്കുന്നത്. അവസാനം പുള്ളി പറഞ്ഞ എന്റെ പൈസ കൊടുക്കത്തില്ലായിരിക്കും എന്നായിരിക്കും. ഞാൻ പറഞ്ഞു പൈസയും തരാം. പുള്ളി എന്ത് ചെയ്തു, അവസാനം പുള്ളിയെ ഷാഫ്റ്റ് ഊരി പുള്ളി ടോ ചെയ്ത് അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടിട്ട്. ഇതൊരു വലിയ പ്രശ്നമാട്ടോ. ഇത് ഞങ്ങൾക്ക് സംഭവിച്ച എന്നാന്നറിയോ, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം നമ്മുടെ 4 റൗണ്ടില്ലേ, ഞങ്ങളുടെ പഴയ ട്രക്കാ. അന്ന് വേറൊരു പഞ്ചാബി ഉണ്ട് ഇവിടെ ഓടിക്കണം, അർജുമായി ഞങ്ങളുടെ അവിടെ വന്നിട്ടില്ല. 4 റൗണ്ടില് ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി റോഡില് ലൈനില്. 4 റൗണ്ടില് ബ്രേക്ക് ഡൗൺ ആയി. പെട്ടെന്ന് തന്നെ വണ്ടി അടി ഏതാണ്ട് പറഞ്ഞു പോണ പോലെ ഈ ഡ്രൈവ് ഷാഫ്റ്റ് ഏതാണ്ടൊക്കെ വിട്ടുപോയിട്ട് കറകറാന്ന് ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം വന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് സൈഡിലേക്ക് ഒതുക്കി എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഒരു ഇച്ചിരി ഒരു ലൈനിന്റെ അകത്തുണ്ട്. ആ ഒരു സെറ്റപ്പിലാ
401-ന്റെ കാര്യം അറിയില്ല, ഇഷ്ടം പോലെ ടോട്ടക്കാര് കഴുകന്മാരെ പോലെ നിൽക്കുക. വണ്ടി അങ്ങ് ഒതുക്കിയിട്ടുള്ളൂ. ഒതുക്കിയിട്ട് തന്നെ ഒരു 3-4 കമ്പനിയുടെ ടോട്ടറൊക്കെ നമ്മളെ അങ്ങ് ചുറ്റും വളർന്നു. ഇവന്മാരെല്ലാം വന്ന് അങ്ങ് കൊടുക്കാൻ വേണ്ടിട്ട് വരുവാ. എടാവേ 401 ടൊറന്റോ നമ്മളെ ഏരിയല്ലേ. ഞാൻ ഒരുത്തരം വണ്ടി തൊടാൻ സമ്മതിക്കില്ല. കാരണം നമ്മളെ മുതലാളിനെ വിളിച്ചു പറഞ്ഞ അവര് പറയുന്ന ടോട്ടർ നമുക്ക് ഇഷ്ടമുള്ളവനെ വിളിച്ചിട്ടല്ലേ നമ്മൾ കൊണ്ടുപോകണേ. അവന്മാര് വന്നിട്ട് കാരണം ഈ പോലീസുകാരെ എത്രയും പെട്ടെന്ന് വണ്ടി ക്ലിയർ ചെയ്യാൻ നോക്കുള്ളൂ. പക്ഷെ എന്നും പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പിടിക്കണ എന്നാന്ന് വെച്ചാൽ അവര് പറയണ പൈസ കൊണ്ടാൻ വേണ്ടിട്ടല്ലോ. അന്ന് അവിടെ വന്ന അതായത് ചില മറ്റേ ഈ അർമാനിക്കാരൊക്കെ ടൈപ്പ് ടീമുണ്ടല്ലോ, അങ്ങനെ കുറെ പേര് വന്നു. എല്ലാവരുമായിട്ട് ഞാൻ നടുറോട്ട് ഇത് ഫുള്ള് ലോബിയാണ്. ആ ഇവന്മാരെല്ലാം കഴുകന്മാരെ പോലെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർക്ക് എങ്ങനെയാലും കണക്ട് ചെയ്താൽ അവന്മാർക്ക് കൊണ്ടുപോകാന്നുള്ള. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അവന്മാരും എല്ലാം പുറത്ത് നിന്ന് കുറെ വഴക്കുണ്ടാക്കേണ്ട വന്നു നമ്മുടെ വണ്ടി തൊടാൻ സമ്മതിക്കാണ്ട്. അപ്പൊ എനിക്കറിയാം ആ ഒരു സംഭവം. കാരണം ഇവര് വന്ന് അപ്പൊ നമുക്ക് അലമ്പുണ്ട്. ഞങ്ങളുടെ കമ്പനി എന്നിട്ട് ഞങ്ങൾ ഈ ടോ ചെയ്ത് പോയില്ലേ, പുള്ളിക്ക് $1,400 കൊടുത്തു. ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ ടോ ചെയ്തുള്ളൂ. എന്നാ അതേസമയം മിസസാഗിന്ന് ടോട്ടറൊക്കെ വന്ന് ഈ വണ്ടി ടോ ചെയ്തോണ്ട് പോയതിന് $1,400 തമ്മിലൊരു വ്യത്യാസം. അതാണ് അവർക്ക് കിട്ടണ ലോട്ടറി അല്ലേ അവന്മാര് പറയണ പൈസ. നമ്മൾ ഇവിടെയൊക്കെ രാത്രി പെടുമ്പോ വിളിക്കുമ്പോ $2,000-2,500 ടോ ചെയ്യാൻ ചോദിക്കുന്നത്. ആ മിഡ് നൈറ്റിൽ നമുക്ക് പകലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും. മിഡ് നൈറ്റ് ആരെ വിളിക്കാനാ, വേറെ ഓപ്ഷൻ ഇല്ല. റോട്ടിൽ റേറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ബ്രോനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇതുവരെ. അങ്ങനൊന്നും ഇല്ല. വിന്റർ ഡ്രൈവിംഗ് കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇല്ല. പിന്നെ മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങൾ അങ്ങനെ നിങ്ങളെ ഏറ്റി പോകുന്ന ഞങ്ങൾ പോവില്ല. റിസ്ക് അധികം കൂടുതൽ എടുക്കൂല അങ്ങോട്ട് പോയി. എല്ലാം 40 വഴി ആയിരിക്കും നമ്മൾ. പിന്നെ നമ്മുടെ പിന്നെ കൂടുതലും ഡെലിവറി ഒക്കെ എല്ലാവരും ഒണ്ടേരിയയിലും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ അധികം 40 കൂടെ കയറി കിട്ടും. പിന്നെ സമ്മറിൽ ഫുൾ 80 ആയിരിക്കും. വിന്റർ കഴിയുമ്പോ നമ്മൾ അങ്ങോട്ട് പോകില്ല. വിന്റർ ആവുമ്പോ അതുവരെ പിന്നെ പോവാൻ. പിന്നെ വെതർ നോക്കും ഞങ്ങള്. വെതർ നമുക്ക് സാറ്റിസ്ഫൈഡ് വെതർ ആണെങ്കിൽ നമ്മൾ 80 വരും. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. വെതർ നോക്കിയപ്പോ മഞ്ഞ് ഒരുപാട് ഉണ്ടെങ്കിൽ പോകുന്നില്ല. ട്രക്കിംഗ് ലൈഫിൽ ഹാപ്പിയാണ്. പിന്നെ ഹാപ്പിയാണ്. ഒരു വർഷം ഇത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സ്ഥിതി മോശമായിട്ടുള്ള സ്ഥിതി മോശമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം. എല്ലാ കമ്പനികൾക്കും അതിന്റേതായ പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ. നമുക്ക് പിന്നെ ലോഡ് ഉണ്ട്. ഒരാഴ്ച പോലും ലോഡ് ഇല്ലാതിരിക്കത്തില്ല. പിന്നെ അതാണ് ഈ പ്രൊഡ്യൂസിന്റെ ഒരു ഗുണം. കാരണം എന്താന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റുകളും ഗ്രോസറി ഷോപ്പുകളും എല്ലാം നിറഞ്ഞിരുന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും ലോഡുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ശനിയാഴ്ച വന്നതാണ്. ഇപ്പം 4 ഡെലിവറി കഴിഞ്ഞ് ഇന്നിപ്പോ ലോഡില്ല. ലോഡിന്റെ അവൈലബിലിറ്റി കുറവായി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഡെസ്പാച്ചർ നാട്ടിൽ പോയി. പുതിയ ഒരാളാണ്. പുള്ളിക്ക് അത്ര എന്താ പറയുക. പിന്നെ ഒരുപാട് ഇത്രയും വണ്ടിയില്ലേ, 65-75 100 വണ്ടികൾ അടുത്തുണ്ട്. അപ്പൊ ഇത്രയും വണ്ടി കൂടുതലും വരുന്നത് ശനിയാഴ്ചയാണ്. എല്ലാവരും ശനി ഞായറാണ് ഈ സീനിയേഴ്സ് എല്ലാം ഓടുന്ന ദിവസം. ഞങ്ങൾ പൊതുവെ ബുധനാഴ്ച ഓടുന്നവരാണ്. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കമ്പനിയിൽ കുറെ ഉണ്ട്. 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. ഞാൻ ആ പുള്ളിയുടെ കൂടെ ആയിരുന്നു ആദ്യം എന്റെ തുടക്കം. 25-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ സീനിയോറിറ്റി ബേസിൽ അവർക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ പോകത്തുള്ളൂ. പിന്നെ അവര് കുറെ പേരൊക്കെ മുസ്ലിംസാ. സോ ഫ്രൈഡേ അവർക്ക് അവിടെ ചെല്ലണം പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി. അതുകൊണ്ടൊക്കെ അവർക്കാണ് മുൻഗണന. അവർ ശനി ഞായറും പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ അതങ്ങ് വിട്ടുപിടിച്ചു. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് മാത്രം കമ്പനി പോകണ്ടെന്ന് പറഞ്ഞു. ലോഡില്ല, ഇവിടെ വന്നാലും നിങ്ങൾ ഇവിടെ കിടക്കും. അപ്പൊ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആഴ്ച ട്രിപ്പ് ശനിയാഴ്ച. ആദ്യ ട്രിപ്പ് കിടക്കുന്നു നമ്മളിവിടെ. ഇനിയിപ്പോ നാളെ ഉള്ളതെന്നാ പറഞ്ഞ ലോഡ്. നാളത്തേക്ക് എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസ് അല്ലേ ഇപ്പം ഇവിടെ നേരം വെളുത്ത് 10 മണിയാകുമ്പോ ഇവരൊക്കെ തുറക്കത്തുള്ളല്ലോ ഷിപ്പർമാര്. പിന്നെ കസ്റ്റമറെ വിളിച്ച് എല്ലാം റെഡി ആയി വരും. പിന്നെ നമ്മളിവിടെ കിടന്ന് അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യുന്ന അവിടെ ഒന്നും നടക്കത്തൊന്നുമില്ല. ഇവിടെ തന്നെ കിടക്കുന്നതായിരിക്കും വേദന. ലൗസ് ഉള്ളതുകൊണ്ട് അത് ഇവിടെ നേരത്തെ നമുക്ക് സൈലൻസ് ലൗസ് ഇല്ലായിരുന്നല്ലോ. ഇത് വന്നോടി ഇവിടെ അത് അങ്ങനെ ഒരു ഗുണമുണ്ട്. പോയിച്ച് ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാം. വിന്റർ ആകുമ്പോ ഇവിടെ വരാനാണ് ഇച്ചിരി വിന്റർ സീസൺ കവറായി പോണത് അങ്ങോട്ട് ഇവിടെ അവിടെ ഫുള്ള് മഞ്ഞല്ലേ. അത്യാവശ്യം ഇന്നലെയൊക്കെ മറ്റേ ചിക്കാഗോ ഏരിയയിലും അവിടെയൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു. അടച്ചിട്ടേക്കാന്നല്ലോ പറഞ്ഞു. ന്യൂസ് കിടക്കുന്നുണ്ട്.
എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ? ട്രക്ക് സ്വന്തമായിട്ട് പറഞ്ഞ എടുത്താൽ കൊള്ളാമെന്നല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കിപ്പോ ഒന്നും ഒരു പ്രഡിക്ഷൻ ഇല്ലല്ലോ. സോ അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ ഓടിച്ചു പോട്ടെ. ഇതാകുമ്പോ ഹാപ്പിയാണ്, വേറെ റിസ്ക് ഒന്നുമില്ല. വീട്ടിൽ പോവാ, അതെ, ട്രക്ക് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ കൂടും, ബാധ്യതകൾ വരും. ഇതെല്ലാം വേണം. ഒരു വഴി ചുമ്മാ നമ്മളൊരു കാർ മേടിക്കുന്ന പൈസ ഒന്നുമല്ലല്ലോ ഇതിന് മുടക്കേണ്ടത്. നമുക്കറിയാവുന്നില്ല ഇത് ഓടുമ്പോ. മേടിക്കണേക്കാളുപരി ഞാൻ നോക്കുമ്പോഴത്തേക്കും ആകെ ഈ റോഡിൽ 5-6 ദിവസം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ആകെ 2 ദിവസം വീട്ടിൽ കിട്ടുന്ന പിന്നെ ഇതിന്റെ ടയർ മാറാൻ, ഓയിൽ മാറാൻ, അതിന്റെ കാര്യങ്ങളായിട്ട് കൊണ്ടെടുക്കുമ്പോൾ നമ്മുടെ ഹോം ടൈം അതിനനുസരിച്ച് സാക്രിഫൈസ്. പ്രത്യേകിച്ച് നടന്നേ പറ്റൂ. അതെ, അടുത്ത ആഴ്ച വണ്ടി പോണ്ടല്ലേ വീണ്ടും എടുത്ത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പൊ കുറെ പേരുണ്ട് ഈ പ്രായത്തിലല്ലേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. എടാവേ, പ്രായം അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ പ്രായം തിരിച്ചു കിട്ടുമോ? അപ്പം ലൈഫും വർക്കും ബാലൻസ് ചെയ്യേണ്ട ഒരു ഇതില് അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മേക്ക് ചെയ്യുന്ന ഡിസിഷൻ ആട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനും അല്ലെ ഇപ്പൊ ഞങ്ങളും നമ്മളിപ്പോ വണ്ടി എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മൾ തന്നെ ഓടണം. ഡ്രൈവറെ വെച്ച് ഓടിയ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മുതല് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരു 10 ട്രക്കിലും ഇല്ലാതെ ഡ്രൈവറെ വെച്ച് ഒരു വണ്ടി നമ്മൾ വീട്ടിൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് എപ്പോ വേണേലും വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോവാം, എപ്പോ വേണേലും ഇട്ടിട്ട് പോവാം. അടുത്ത വരെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ക്ലിയർ ചെയ്യാം. സത്യമായിട്ടും അബ്സ്ട്രാക്റ്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ടിക്കറ്റ്, സ്പീഡിങ്, അത് മൂവിംഗ് വയലേഷൻ ഇല്ലാതിരിക്കാൻ. അതെ, കാറാണേലും ട്രക്കാണേലും. അപ്പം ഇതൊക്കെയാണ് ഇവരുമായിട്ട് ഷെയർ ചെയ്ത നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടതിലും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇനിയും റോട്ടിലേക്ക് വെച്ച് കാണാം. ലേവർ ഇഷ്ടം പോലെ കിട്ടട്ടെ. ഒരു കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ലേവർ. കണ്ടിന്യൂസ് ട്രിപ്പായിരുന്നു. വന്ന ഉടനെ ലോഡ് കിട്ടി പോവായിരുന്നു ഞങ്ങള്. അല്ലേ, ആർക്ക് കാണുമെന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ഞങ്ങളെ പാസ് ചെയ്ത് ഞങ്ങളുടെ ഷിഫ്റ്റ് സമയം നിങ്ങൾ എനിക്കൊന്ന് മൺഡേ എങ്ങാണ്ടല്ലേ ഇറങ്ങുന്നത്? ഞങ്ങള് സൺഡേ ഇറങ്ങുന്നത്. ഒട്ടുമിക്ക ദിവസങ്ങളിലും മിക്കവാറും ഞങ്ങള് വരും. തിരിച്ചു പോകുമ്പോ ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ അങ്ങോട്ട് വരുന്ന കാണാം കാനഡയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് യാദർശ്യമായ ഞാൻ ഇതിലിങ്ങനെ നടന്നു സിദ്ധ ട്രക്ക് കിടക്കുന്ന പീറ്റർബിൽറ്റാണ് വണ്ടി. അപ്പൊ RC കാർ പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തു ഇവിടുന്ന് നമ്മുടെ വിൻഷീൽഡിൽ കൂടെ. പറഞ്ഞു നമ്മുടെ ചേട്ടനായിരിക്കും എന്ന് പറഞ്ഞു നമുക്കെന്നാ അവിടെ വരെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വരെ വന്നത്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബ് അല്ല ഇൻസ്റ്റഗ്രാം നമ്മൾ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം ഈ പറയുന്ന പോലെ ഇതിപ്പോ ഈ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന പോലെ കിടക്കണത് നമ്മുടെ മലയാളിയാണെന്നോ അല്ല ഒന്ന് കണ്ണ് വർത്താനം പറയാനോ ആരെയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ വന്ന് നമ്മളോട് ചോദിക്കും മലയാളിയാണോ എന്ന്. കൂടുതലും മലയാളീസ് കമ്പനിയിലുള്ളതുകൊണ്ട് എവിടെയെങ്കിലും ELS വണ്ടി കണ്ടാലും അവര് വന്ന് ചോദിക്കും മലയാളിയാണോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു മലയാളി കമ്പനികളിൽ കൂടുതലും പഞ്ചാബികളും പാകിസ്ഥാനികളും ആണോ അങ്ങനെ അല്ലേ? കാരണം ഞങ്ങൾ ഇഷ്ടംപോലെ ELS പണ്ട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നപ്പോ ഗിഫ്റ്റിന്റെ അങ്ങനെ നോക്കുമ്പോ മിക്കതിലും കാരണം ഈ മലയാളി പിള്ളേര് കയറിയല്ലോ മലയാളി കമ്പനിയില്. അപ്പം ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനികളും പഞ്ചാബികളും ആയിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി നിങ്ങൾ ബാക്കിപ്പെടുന്നത് ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ നമ്മളെ വണ്ടീനെ ശ്രദ്ധിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി നമ്മളെ അറിയാവുന്നവരായിരിക്കും. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയല്ലോ, അത് വലിയ കാര്യം.